നമുക്കിന്ന് ഇതേപോലെ ഒരു കോൺഫ്ലെക്സിന്റെ മിക്സർ ഉണ്ടാക്കിയാലോ? എരിവും പുളിയും ഒരു ചട്പട കോൺഫ്ലെക്സിന്റെ മിക്സർ. ഇപ്പൊ സമയം കളയണ്ട, ഉടനെ വീഡിയോയിലേക്ക് പോവാം. ജോസ് മോസസ് കിച്ചൺ. ഇപ്പൊ നമുക്ക് ഈ ചട്പട്ട മിക്സർ റെഡിയാക്കിയാലോ? അതിന് വേണ്ടത് 2 കപ്പ് കപ്പലണ്ടി നല്ല ചൂടുള്ള ഓയിലിൽ ഫ്രൈ ചെയ്തങ്ങോട്ട് എടുക്കാം. ഫുൾ ഓയിൽ കളഞ്ഞിട്ട് ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. പിന്നെ നമ്മുടെ കടലപ്പരിപ്പ് 1 കപ്പ്, അതും ആ ഓയിലിൽ ഇട്ട് വറുത്തങ്ങ് എടുത്തേക്കാം. അതിൻ്റെ ഓയിൽ മൊത്തം കളഞ്ഞ് ആ കപ്പലണ്ടിൻ്റെ മുകളിലേക്ക് ഇട്ടേക്കാം. പിന്നെ നമ്മുടെ ചോളം 250 ഗ്രാം, ഇതേപോലെ അതും ഫ്രൈ ചെയ്തെടുക്കാം. അതിൻ്റെയും ഓയിലൊക്കെ ഒന്ന് കളഞ്ഞ് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച അതിൻ്റെ മുകളിലേക്ക് തന്നെ ഇതും ഇട്ടേക്കാം. കുറച്ച് നാളികേരത്തിൻ്റെ സ്ലൈസ് 1 കപ്പ്, ഇങ്ങനെ തിന്നായി സ്ലൈസ് ചെയ്തതും അതും ഫ്രൈ ചെയ്തേക്കാം. ഒരു പ്രത്യേക ടേസ്റ്റ് അതിനും കിട്ടും. അതിൻ്റെ ഓയിൽ കളഞ്ഞ് അതിൻ്റെ മുകളിലേക്ക് ഇടാം. കുറച്ച് ആൽമണ്ട്, നമ്മുടെ ബദാം, അതും ഫ്രൈ ചെയ്യുക. അതിൻ്റെ ഓയിലും കളഞ്ഞ് അതിൻ്റെ മുകളിലേക്ക് ഇട്ടേക്കാം. കുറച്ച് കശുവണ്ടിപ്പരിപ്പ്, അത് നല്ല ഗോൾഡൻ കളറിൽ ഫ്രൈ ചെയ്ത് അതും മാറ്റി വെച്ചേക്കാം. പിന്നെ നമ്മുടെ മെയിൻ സാധനം കറിവേപ്പില, അതിടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നല്ല ക്രിസ്പായിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തേക്കാം. അതിൻ്റെയും ഓയിൽ മൊത്തം കളയാം, അതും അതിൻ്റെ മുകളിലേക്ക് ചേർത്തേക്കാം. പിന്നെ നമ്മുടെ ചുമപ്പ മുളക് ഒരു 10 എണ്ണം ഇങ്ങനെ കീറിയിട്ട് അതും ഫ്രൈ ചെയ്തെടുത്തിട്ട് അതിൻ്റെയും ഓയിൽ കളഞ്ഞ് അതും അതിൻ്റെ മുകളിലേക്കാണ് ഇട്ടേക്കാം. ഇപ്പോൾ നമ്മുടെ ഫ്രൈയിങ് പരിപാടി എല്ലാം കഴിഞ്ഞ് എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മെയിൻ ടേസ്റ്റിംഗ് സാധനം, അതിൻ്റെ ഒരു കൂട്ട്, സ്പൈസ് മിക്സ്, നമുക്കത് റെഡിയാക്കാം. ഒരു ബോളിലേക്ക് 3 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ചാറ്റ് മസാല, 1 ടീസ്പൂൺ മഞ്ഞൾ, 1/2 ടീസ്പൂൺ കായം, 1/2 ടീസ്പൂൺ ഉപ്പ്, ഇതെല്ലാം ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക. എല്ലാ സ്പൈസസും അങ്ങനെ നന്നായിട്ട് മിക്സ് ആവട്ടെ. ഇതേപോലെ. അത് കഴിഞ്ഞാൽ നമ്മുടെ മിക്സറിൻ്റെ മുകളിലേക്ക് കുറച്ചേശ്ശെ അങ്ങോട്ട് തൂളി കൊടുക്കാം. അത് കഴിഞ്ഞാൽ അതങ്ങോട്ട് മിക്സ് ചെയ്യാം നന്നായിട്ട്. വീണ്ടും അതേ പ്രോസസ്സ് തുടങ്ങുക. ഒരു 3-4 വട്ടമായിട്ട് ആ ഫുൾ സ്പൈസ് അതിൻ്റെ മുകളിലേക്കാണ്ട് തൂളി കഴിഞ്ഞാൽ നമ്മുടെ ചട്പട്ട കോൺഫ്ലേക്സ് മിക്സർ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കോംപ്ലക്സ് മിക്സർ റെഡി ആയിട്ടോ. അത് കഴിഞ്ഞ ഒന്നും നോക്കരുത്, ഇതിങ്ങനെ എടുക്കുക, എന്നിട്ട് തിന്നോണ്ടിരിക്കുക. ആസ്വദിച്ച് തിന്നണം. കിട്ടു ക്രിസ്പി മിക്സർ. അപ്പൊ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, മറക്കല്ലേ. ബൈ. അപ്പൊ ഇതോ നോക്കണേ. ഈ റെസിപ്പിയും നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഇതും മറക്കല്ലേ.